നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തവണ UDF തരംഗം. 31 തദ്ദേശ വാർഡുകളുടെ തെരഞ്ഞെടുപ്പിൽ 16 എണ്ണവും കോൺഗ്രസ് നേടി. ഇതിൽ പലതും CPM-ൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇടതുപക്ഷം 11 വിജയം നേടി. BJP 3 സീറ്റ് ജയിച്ചു. സ്വതന്ത്രൻ ഒരിടത്തും. ഈരാറ്റുപേട്ടയിലെ കുഴിവേലിയിലാണ് സ്വതന്ത്രൻ ജയിച്ചത്. ഈ സ്വതന്ത്രനും UDF പിന്തുണയോടെയാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ 17 സീറ്റിലെ ജയം UDF-ന് അവകാശപ്പെടാം. അതായത് വമ്പൻ തോൽവിയാണ് ഇടതുമുന്നണിക്ക് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായത്. മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. 42 വർഷമായി CPM തുടർച്ചയായി ജയിക്കുന്ന വാർഡായിരുന്നു ഇത്. ഇവിടെ ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട് LDF വാർഡ് മെമ്പറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ മലപ്പുറത്തെ തന്നെ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് കോൺഗ്രസിൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഇത് കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചിരുന്ന സീറ്റായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലും UDF മുന്നേറ്റമാണ്. തൃശൂർ നാട്ടികയിൽ UDF അട്ടിമറി ജയം നേടി. ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തും UDF പിടിച്ചെടുത്തു. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലും UDF-നാണ് വിജയം. പാലക്കാട് തച്ചമ്പാറ 4ാം വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്തിലെ 3ാം വാർഡിൽ LDF ആണ് വിജയിച്ചത്. കൊല്ലം പടിഞ്ഞാറെ കല്ലട 5ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ കണിശാർ പഞ്ചായത്ത് 6ാം വാർഡും മാടായി 6ാം വാർഡും LDF നിലനിർത്തി. പത്തനംതിട്ട എഴുമറ്റൂരിൽ 5ാം വാർഡിൽ BJP ആണ് വിജയിച്ചത്. ഇത് കോൺഗ്രസ് സ്ഥിരമായി വിജയിച്ചിരുന്ന സീറ്റായിരുന്നു. ഇതോടെ തൃശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചമ്പാറ, ഇടുക്കി കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിൽ LDF-നും തുടർഭരണം നഷ്ടമാകും. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. ഫലം നൽകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ CPM കടുത്ത പരിശോധനകളിലേക്ക് കടക്കും. അടുത്ത വർഷം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഫലങ്ങൾ.